ഇപ്പോൾ സിനിമാ ലോകത്ത് റിലീസിലൂടെ കാലമാണ്. വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത് വൻ വിജയം സ്വന്തമാക്കിയ സിനിമകളും പരാജയം നേരിട്ട സിനിമകളും ഇത്തരത്തിൽ റിലീസ് ചെയ്യുന്നു. പുത്തൻ സാങ്കേതിക മികവിൻ്റെ 4K അറ്റ്മോസിലൂടെ സിനിമകൾ വീണ്ടും തിയേറ്ററിൽ എത്തുന്നത്. മലയാളത്തിലും ഇതിനോടകം 2 സിനിമകൾ റിലീസ് ചെയ്യപ്പെട്ടു. മോഹൻലാൽ നായകനായി എത്തിയ സ്ഫടികവും ദേവദൂതൻ എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ. വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം നാളെ തിയേറ്ററിലെത്തും. ഫാസിലിൻ്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത് ഇന്നും വലിയ ഹിറ്റായി നിലനിൽക്കുന്ന മണിച്ചിത്രത്താഴാണ് ആ സിനിമ. ചിത്രം നാളെ തിയേറ്ററിലെത്തും. ടെലിവിഷനിൽ വരുമ്പോൾ ഇന്നും ഓരോ മലയാളിയും ആവർത്തിച്ച് കാണുന്ന സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രമുഖ തിയേറ്ററിൽ അധിക ഷോകൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച ബുക്കിങ്ങിന് വലിയ പ്രതികരണമാണ് ജില്ലയിലും തിയേറ്ററുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 1999 ഫാസിലിൻ്റെ സംവിധാനത്തിലായിരുന്നു മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തത്. മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും തിലകനുമെല്ലാം ഒന്നിച്ചെത്ത ഈ സൂപ്പർ ഹിറ്റ് ചിത്രം പുത്തൻ ദിശവരവിൽ എങ്ങനെയാകുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് മലയാളികളും. നെടുപണി വേണു, ഇന്നസെൻറ്റ്, സുധീഷ്, KBCC ലളിത തുടങ്ങിയവരായിരുന്നു മറ്റ് താരങ്ങൾ. മലയാളത്തെ റിലീസുകൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയാകും മണിച്ചിത്രത്താഴ് എന്നാണ് വിലയിരുത്തുന്നത്. റിലീസുകൾ പുതിയ തലമുറയ്ക്ക് ചിത്രം ബിഗ് സ്ക്രീനിൽ കാണാനുള്ള അവസരം കൂടിയാണ് ഇത്.